ഇനി നമ്മൾ പഠിക്കാൻ വന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ 2 ഉള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ വേഗം പോയി 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പോയി അത് പഠിച്ചിട്ട് നമുക്കിനി ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, നമ്മുടെ ഇപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് എപ്പോഴും നമുക്കൊരു നമ്പറായിട്ടായിരിക്കും കിട്ടുന്നത്, അല്ലേ? ഇതുവരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴെല്ലാം നമുക്കൊരു മെട്രിക്സ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പറായിട്ടായിരിക്കും കിട്ടുന്നത്. അത് പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം, ചിലപ്പോൾ 0 ആവാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതാണ് നമ്മുടെ മെട്രിക്സ്, ഇതാണ് നമ്മുടെ 3/3 മെട്രിക്സ്. ആദ്യമേ നമ്മൾ മെട്രിക്സ് എടുത്ത് എഴുതി. ഇനി നമുക്ക് ഡിറ്റർമിനൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഡിറ്റ് എ എന്ന് എഴുതി. ഡിറ്റ് എ ഈസ് ഇക്വൽ ടു 3 1 2 2 1 3 1 2 3 ഇങ്ങനെ നമ്മൾ എടുത്തെഴുതി. ഇനിയാണ് നമ്മുടെ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. നമ്മൾ 2 കണ്ടവർക്കാണെങ്കിൽ ഇത് എളുപ്പമായിട്ട് മനസ്സിലാവും. നോക്കിക്കോ, ആദ്യത്തെ എലമെൻ്റ് എടുത്ത് നമ്മുടെ 3 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്ത്, എന്നിട്ട് ആ 3 വരുന്ന റോയും കോളവും നമ്മളങ്ങ് ക്യാൻസൽ ചെയ്ത്. 3 വരുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്തപ്പം ബാക്കി നമുക്ക് 4 എലമെൻ്റ് കിട്ടിയില്ലേ? അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. 1 3 2 3 ഇങ്ങനെ വന്നു. ഓക്കെ ആണ്. ആദ്യത്തെ എലമെൻ്റ് എടുത്ത് അത് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എന്നിട്ട് ബാക്കി വരുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇനി ഓൾട്ടർനേറ്റ് പ്ലസ്സും മൈനസും ആണ്. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഒരു പോസിറ്റീവാണ്, ഇവിടെ നമ്മൾ ഒരു സൈനും കൊടുത്തില്ലല്ലോ. ഒരു സൈനും കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവാണെന്ന്. ഇനി നമ്മൾ അടുത്ത കൊടുക്കേണ്ടത് നെഗറ്റീവ് സൈനാണ്. അടുത്ത കൊടുക്കേണ്ട ഏത് സൈനാണ്? നെഗറ്റീവ് സൈനാണ്. നെഗറ്റീവ് സൈനാണ്. അപ്പം നമ്മൾ അടുത്ത ഇതെടുക്കുമ്പോൾ അടുത്ത എലമെൻറ്റ് ഇതാണേ, 1 ആണേ. 1 ഇൻറ്റു ആണ് നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 വരുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്ത്, ബാക്കി ആരൊക്കെയുണ്ട്? 2 3 1 3 അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് 2 3 1 3. ഓക്കെ, നമ്മൾ എഴുതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓൾട്ടർനേറ്റ് പ്ലസ്സും മൈനസും ആണെന്ന്. ഇവിടെ നമ്മൾ പ്ലസ് കൊടുത്തു, ഇവിടെ നമ്മൾ മൈനസ് കൊടുത്തു. ഇനി അടുത്ത ഏതാ കൊടുക്കണ്ടേ? പ്ലസ്. അടുത്ത നമ്മൾ പ്ലസ് കൊടുത്തു. എന്നിട്ട് നോക്കിക്കോ, അടുത്ത മൂന്നാമത്തെ എലമെൻ്റ് ആരാണ്? 2 ആണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2 വരുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്യണം. റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി 4 എലമെൻറ്റ്സ് നമുക്ക് റിമൈനിങ് വരും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 1 1 2. ഓക്കെ ആണേ. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കിക്കോ. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, ഓർഡർ 2ൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ പഠിച്ചവർക്ക് ഇത് എളുപ്പമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നോക്കിക്കോ. 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 1 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു 3 3 മൈനസ് 6 മൈനസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 3. അതായത് 2 ഇൻറ്റു 3 6 മൈനസ് 2 ഇൻറ്റു 3 6 മൈനസ് 3 എന്ന് വരും. കണ്ടോ? 6 മൈനസ് 3 എന്ന് വരും. അടുത്ത 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 2 ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 1. അതായത് 2 ഇൻറ്റു 2 4 മൈനസ് 1. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന വേണം നമ്മൾ ആദ്യമേ ചെയ്യാനായിട്ട്. 3 ഇൻറ്റു 3 മൈനസ് 6 എന്ന് പറഞ്ഞാൽ മൈനസ് 3. ചെറുതിന്ന് വലുത് കുറയ്ക്കുമല്ലേ, അപ്പം കുറച്ചിട്ട് വലുതിൻ്റെ സൈന്, അപ്പം മൈനസ് 3 എന്ന് വരും. ഇനി അടുത്തത് 1 ഇൻറ്റു 6 മൈനസ് 3 3 പ്ലസ് 2 ഇൻറ്റു 3 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 2 ഇൻറ്റു 3. അപ്പോൾ 3 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുമ്പം മൈനസ് 9 വരും. ഞാൻ പറഞ്ഞില്ലേ, ഡിഫറൻറ്റ് സൈൻ തമ്മിൽ ഗുണിക്കുമ്പം നെഗറ്റീവ് സൈനായിരിക്കും. മൈനസ് 1 ഇൻറ്റു 3 ഇങ്ങനെ നമ്മൾ ചെയ്യുക. ഇവിടെ ആയിരിക്കും നമുക്ക് ചിലപ്പം കാൽക്കുലേഷനിലായിരിക്കും നമുക്ക് ചിലപ്പം മിസ്റ്റേക്ക് പറ്റുന്നത്. അപ്പം എന്ത് ചെയ്യണം? ആദ്യമേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാവൂ. അപ്പം 1 ഇൻറ്റു 3 എന്ന് പറയുമ്പം 1 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിട്ടും. പ്ലസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ അടിച്ച് നോക്കേണ്ടവർക്കാണെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. അങ്ങനെ അങ്ങ് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് കിട്ടും.
അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ചെയ്യാം. -9 -3 എന്ന് പറഞ്ഞാൽ -12 ആണ്, +3. അപ്പം കണ്ടോ ഡിഫറൻറ്റ് സൈൻ വന്നു. ഡിഫറൻറ്റ് സൈൻ വരുമ്പോൾ എന്ത് ചെയ്യണം അറിയുമോ, ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ സൈൻ, അതായത് 12 - 6 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. പിന്നെ വലുത് ഏതാ, 12. 12 സൈൻ ഏതാ, നെഗറ്റീവ്. അങ്ങനെ നമുക്ക് -6 എന്ന് കിട്ടും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോഴത്തേന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മനസ്സിലാകാത്തവരൊന്നും വിഷമിക്കേണ്ട. ഓക്കെ, ഇത് നോക്കിക്കോ. ഇതാണ് അടുത്ത നമ്മുടെ മെട്രിക്സ് ഡിറ്റിയെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഡിറ്റ് ഓഫ് ഈ മെട്രിക്സ് ഇങ്ങനെ എടുത്ത് എഴുതി, അതിനുശേഷം ആദ്യത്തെ എലമെൻ്റ് എടുത്തു 1 ഇൻറ്റു 1 വരുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്തു. സ്റ്റെപ്പായിട്ട് എടുക്കണം, ഓർത്ത് നോക്കണം. ആദ്യത്തെ എലമെൻ്റ് എടുത്തു, അത് വരുന്ന റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്തു. ബാക്കി വരുന്ന ആൾക്കാരുടെ ഡിറ്റർമിനൻറ്റ് -1 2 2 4ൻ്റെ ഡിറ്റർമിനൻറ്റ്. അടുത്തത് ഇവിടെ നമ്മൾ പോസിറ്റീവ് ആയതുകൊണ്ട് അടുത്ത നമ്മൾ നെഗറ്റീവ് എടുക്കും. മൈനസ് അടുത്ത രണ്ടാമത്തെ എലമെൻറ്റ് 2 വരുന്ന റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്തു. അടുത്ത 2 2 3 4 2 2 3 4 എന്ന് വരും. പ്ലസ് ഇനി മൂന്നാമത്തെ ആളാരാ, മൈനസ്. പിന്നെ നോക്കിക്കോ, നമ്മൾ -3 ആണ് മൂന്നാമത്തെ ആൾ. ഇവിടെ നമ്മൾ മൈനസ് എടുത്തുകൊണ്ട് അടുത്ത് നമ്മൾ പോസിറ്റീവ് എടുത്തു. -3 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ 2 - 1 3 2 ഇങ്ങനെ വരും. ഇനി നമുക്ക് നേരത്തെ ചെയ്തതിൻ്റെ കൂടെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. 1 ഇൻറ്റു -1 ഇൻറ്റു 4 -2 ഇൻറ്റു 2 4 -4 -2 ഇൻറ്റു 2 ഇൻറ്റു 4 -2 ഇൻറ്റു 6. അപ്പം 8 - 6 പ്ലസ് ഇവിടെ ഉണ്ടോ, ഞാൻ എന്താ ഈ മൈനസ് എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്ലസ് -3 ഇൻറ്റു 4 -3. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലേ പറഞ്ഞു, ഇങ്ങനെ ഡബിൾ സൈൻ വരുമ്പോഴത്തേന് പ്ലസ് മൈനസും കൂടെ ഒന്നിച്ച് വന്നാൽ അതെന്തായിട്ട് മാറും, മൈനസായിട്ട് മാറും. അപ്പം -3 ഇൻറ്റു 4 -3 രണ്ട് നെഗറ്റീവ് സൈൻ ഒന്നിച്ച് വന്നാൽ അതെന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. അപ്പം അപ്പോൾ അതെങ്ങനെ വരുമെന്നറിയാമോ, -3 4 +3 എന്ന് വരും. ഈ നെഗറ്റീവും കൂടെ എന്തായിട്ട് മാറും, പോസിറ്റീവ് ആവും. ഇവിടുത്തെ ഈ പോസിറ്റീവും നെഗറ്റീവും കൂടെ നെഗറ്റീവായിട്ട് മാറും. അപ്പം -3 ഇൻറ്റു 7 എന്ന് കിട്ടും. അപ്പം -28 എന്ന് കിട്ടും. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് -33 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമല്ലേ? എളുപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു വട്ടം മനസ്സിലായില്ലെങ്കിൽ ഒരു വട്ടം കൂടെ വീഡിയോ കണ്ട് നോക്കുക. ഓക്കെ, അപ്പം ഇനി വേറൊരു ക്വസ്റ്റ്യൻ താണ്ടേ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.